ഇപ്പോൾ വരുന്ന വാർത്തയാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടി എയിംസിൽ നിന്ന് തത്സമയം ചേരുന്നു. ബൽറാം, എപ്പോഴാണ് അദ്ദേഹത്തിന് ഈ നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ നോർമലായ കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമെന്നും അറിയുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉള്ളത്. അദ്ദേഹത്തെ ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹത്തിന് ഇന്ന് പുലർച്ചെ 2 മണിയോടെ ദേഹാസ്വാസ്ഥ്യവും നെഞ്ചുവേദനയും അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്നാണ് അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എയിംസിലെ കാർഡിയോളജി വിഭാഗം CCUവിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കാർഡിയോളജി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ രാജീവ് നാരംഗിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ നടപടികൾ ഇപ്പോൾ നടത്തുന്നത്. നിലവിലിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ എയിംസ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. ഉപരാഷ്ട്രപതിയുടെ ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി JP നദ്ദ സംസാരിച്ചു. അദ്ദേഹത്തിന് വിദഗ്ധമായ ചികിത്സ തന്നെ ലഭ്യമാക്കുന്നതിനായുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡോക്ടർ രാജീവ് നാരംഗ് അടക്കമുള്ള ഈ ഉപരാഷ്ട്രപതിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി JP നദ്ദ സംസാരിച്ച് ആരോഗ്യ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരം എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ അദ്ദേഹം നിരീക്ഷണത്തിൽ ഇപ്പോഴും തുടരുകയാണ്. നാളെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദം ആരംഭിക്കാൻ ഇരിക്കെയാണ് ഉപരാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയുന്നു. അദ്ദേഹം വളരെ വേഗം സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത്.